നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് സെറ്റ് തിയറിയാണ്. ഓക്കെ, സെറ്റ് തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിൻ്റെ ഡെഫിനിഷൻസും കുറച്ച് പ്രോപ്പർട്ടീസും. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് സെറ്റ് എന്ന് നോക്കാം. സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്നാൽ എ സെറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് കോൾഡ് ദ എലമെൻറ്റ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് സെറ്റ്. അതായത് നമ്മൾ കുറേ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, ആ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സുകളെ നമ്മൾ ഒരു കൃത്യമായ ഡെഫിനിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്തെ ആ ഓബ്ജക്ട്സുകളെ നമ്മൾ കുറേ ഓബ്ജക്ട്സുകളെയല്ലേ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ആ ഓബ്ജക്ട്സുകളെ നമ്മൾ വിളിക്കുന്ന പേര് സെറ്റിൻ്റെ എലമെൻറ്റ്സ് എന്ന് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഇനി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെറ്റ് എന്നാൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അതിനു വേണ്ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. എ ബി എക്സ് വൈ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സും സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റ്സുകളെ അല്ലെങ്കിൽ മെമ്പേഴ്സുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സ്മോൾ ലെറ്റർ എ ബി സി എക്സ് വൈ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എക്സെട്ര. ഈ സെറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതൊരു സെറ്റാണ്. ഓക്കെ, ഇതൊരു സെറ്റാണെന്ന് പറയുമ്പം ഇതിനകത്തെ ഓബ്ജക്ട്സുകളെ നമ്മൾ ഇതിനെ ഓപ്പൺ പാരന്തിസിസ് എന്നും ഇതിനെ ക്ലോസ്ഡ് പാരന്തിസിസ് എന്നും പറഞ്ഞു. ഈ ഓപ്പൺ ക്ലോസ്ഡ് പാരന്തിസിസിനകത്ത് ഈ എലമെൻറ്റ്സുകളെ അല്ലെങ്കിൽ ഈ ഓബ്ജക്ട്സുകളെ നമ്മൾ എങ്ങനെ എഴുതും, കോമ ഉപയോഗിച്ചിട്ട് വേർതിരിച്ചെഴുതും. അങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റാണ്. ആ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ഉപയോഗിക്കുന്നു. ഇനി ഈ സെറ്റിൻ്റെ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ഇതിനകത്തെ ഓബ്ജക്ട്സുകൾ നമുക്ക് നോക്കിയാൽ അറിയാം 1 2 3 4 5 എക്സെട്രയാണ്. ഇത് എന്തിൻ്റെ കളക്ഷനാണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് അല്ലേ. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ ഇത് ആർക്ക് എക്സാമ്പിളാണ്, ഒരു സെറ്റിന് എക്സാമ്പിളാണ്. ഇനി വേറൊരു സെറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇസഡ് എന്ന് എടുക്കുന്നു. ഇസഡ് ഈക്വൽ ടു സെറ്റ് 0 1 2 3 എക്സെട്ര -1 -2 എക്സെട്ര. ഇതെന്തിൻ്റെ കളക്ഷനാണ്, ഇത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എന്താ, ഈ ഓപ്പൺ പാരന്തിസിസിനകത്തും ഈ ക്ലോസ്ഡ് പാരന്തിസിസിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓബ്ജക്ട്സുകളെ കോമ ഉപയോഗിച്ചിട്ട് എഴുതുന്നു. ഇതും എന്തിന് എക്സാമ്പിളാണ്, ഒരു സെറ്റിന് എക്സാമ്പിൾ. ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലേ. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ഇതും ആർക്ക് എക്സാമ്പിളാണ്, സെറ്റിന് എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ പി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ കോമ ഇ കോമ ഐ കോമ ഒ കോമ യു. ഇതെന്താണ്, ഇത് വേറൊരു സെറ്റിന് എക്സാമ്പിളാണ്. എന്താണ് ഈ എഴുതിയേക്കുന്നത്, ഇത് സെറ്റ് ഓഫ് വൗവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൗവൽസുകളെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്, സെറ്റിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് സെറ്റിനകത്തെ എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിത് ഈ എ ഇത് എ അല്ല, നമുക്ക് എൻ എന്ന് ഡിനോട്ട് ചെയ്ത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ എൻ. അപ്പം എന്താ, ഈ ഒരു സെറ്റിനകത്തെ 2 എന്ന് പറയുന്ന എലമെൻറ്റ് എന്നിനകത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിതാ ഈ സിമ്പലാണ് ഉപയോഗിക്കുന്നത്. ഈ സിമ്പലിൻ്റെ മീനിങ് എന്നാൽ ബിലോങ്സ് ടു എന്നാണ് ഈ സിമ്പലിൻ്റെ മീനിങ്. അതായത് അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത് ബിലോങ്സ് ടു എന്നോ അല്ലെങ്കിൽ എലമെൻ്റ് ഓഫ് എന്നോ പറയും. ഓക്കെ, ഈ ഒരു സിമ്പലിൻ്റെ മീനിങ് എന്താണ്, ബിലോങ്സ് ടു എന്നോ അല്ലെങ്കിൽ എലമെൻ്റ് ഓഫ് എന്നായിരിക്കും ഈ സിമ്പലിൻ്റെ മീനിങ്. അതേസമയം ഈ സിമ്പൽ എഴുതിയിട്ട് വെട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നോട്ട് ബിലോങ്സ് ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സിമ്പൽ എഴുതിയിട്ട് ക്രോസ് ചെയ്ത് വെട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നോട്ട് ബിലോങ്സ് ടു എന്നോ അല്ലെങ്കിൽ നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എന്നോ ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അതിനകത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ സിമ്പലും ഇല്ല എന്ന് കാണിക്കാൻ ഈ സിമ്പലും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ബിലോങ്സ് ടു നോട്ട് ബിലോങ്സ് ടു അല്ലെങ്കിൽ എലമെൻ്റ് ഓഫ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം ഈ എഴുതിയ എക്സാമ്പിൾ നോക്കിയേ. n ഇസ് ഈക്വൽ ടു 1 2 3 4 അല്ലേ. 2 എന്ന് പറയുന്ന എലമെൻ്റ് എന്തിനകത്തുണ്ട് എന്ന് കാണിക്കാൻ നമ്മൾ എന്തെടുക്കും, 2 ബിലോങ്സ് ടു n എന്നെടുക്കും. ഇത് ബിലോങ്സ് ടു എന്നുള്ളത് എന്ന് വെച്ചാൽ എന്താണ്, 2 എന്ന് പറയുന്നത് എന്നിനകത്തെ ഒരു എലമെൻ്റ് ആണ്. അതേസമയം -3 എന്ന് പറയുന്ന എലമെൻ്റ് എന്നിനകത്തുണ്ടോ, ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, -3 ഡസ് നോട്ട് ബിലോങ്സ് ടു n. അതായത് -3 ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് n എന്ന് എഴുതും. ഓക്കെ, എ ഇ ഐ ഒ യു എന്ന് പറയുന്ന കളക്ഷൻ നോക്കിയേ. എ എന്ന് പറയുന്ന എലമെൻറ്റ്സ് പിക്കകത്തുണ്ട് എന്ന് കാണിക്കേണ്ട ഈ സിമ്പിൾ ഉപയോഗിക്കും. ബി എന്ന് പറയുന്ന എലമെൻറ്റ് പിക്കകത്തില്ല എന്ന് കാണിക്കാൻ ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഒരെണ്ണത്തിനകത്തുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ 2 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ബിലോങ്സ് ടു, ഡസ് നോട്ട് ബിലോങ്സ് ടു. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ.
എക്സാമ്പിൾ മനസ്സിലായി. ഓക്കെ, ഇനി എന്താ അടുത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ബിലോങ്സ് ടു നോൺ ബിലോങ്സ് ടു ഇതാണ്ട് എ ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു എസ് സെറ്റ് എസ് ആണ്. എയും ബിയും ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞാൽ എയും ബിയും എസിനകത്തെ എലമെൻ്റ് ആണെന്നാണ്. ഈ സിമ്പലിൻ്റെ മീനിങ് എലമെൻ്റ് ഓഫ് എന്നും ഈ സിമ്പലിൻ്റെ മീനിങ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എന്നും ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സെറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത്? രണ്ട് രീതിയിലാണ് നമുക്ക് ഒരു സെറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആ സെറ്റിനകത്ത് ടു ലിസ്റ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് കണ്ടെയ്ൻഡ് ഇൻ ബ്രേസസ് ഈ ബ്രേസസ് ഓപ്പണും ക്ലോസ്ഡും ബ്രേസസ്. അതായത് ആ സെറ്റിനകത്തുള്ള മെമ്പേഴ്സുകളെ നമ്മൾ ഈ ബ്രേസസിനകത്ത് കോമ ഉപയോഗിച്ച് എഴുതുന്നതാണ് ഒരു രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അതിന് ടു സ്റ്റേറ്റ് ഹൂസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാരക്ടറൈസ് ദ എലമെന്റ്സ് ഇൻ ദ സെറ്റ്. ആ സെറ്റിനകത്തെ എലമെന്റ്സുകളെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ സ്വഭാവം ഉപയോഗിച്ചിട്ട് എലമെന്റ്സുകളെ അതിൻ്റെ സ്വഭാവം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്ത മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നവരാണ് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറഞ്ഞു. ഈ മെത്തേഡിനെ വിളിക്കുന്നവരാണ് സെറ്റ് ബിൽഡർ മെത്തേഡ്. അതായത് എലമെന്റ്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന മെത്തേഡാണെൻ്റെ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറഞ്ഞു. ആദ്യത്തെ മെത്തേഡിന് എന്താണ് റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് മെത്തേഡുകളാണ് സെറ്റ് ബിൽഡർ മെത്തേഡും റോസ്റ്റർ മെത്തേഡും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഈ രീതിയിൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതുന്നതിനെ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നും അല്ല നമ്മളെന്താണ് സെറ്റിനെ ആദ്യത്തെ രീതിയിൽ കോമ ഉപയോഗിച്ച് എഴുതുന്ന എന്താണ് കോമ ഉപയോഗിച്ച് എഴുതുന്ന റോസ്റ്റർ മെത്തേഡും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ റോസ്റ്റർ മെത്തേഡാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ഈ മെത്തേഡിനെ വിളിക്കുന്ന ഒരു റോസ്റ്റർ മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡിൻ്റെ പേര് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, റോസ്റ്റർ മെത്തേഡ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സെറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് സെറ്റിനകത്തെ എലമെൻസുകളെ നമ്മൾ എന്താണ് ഈ ബ്രേസസിനകത്ത് കോമ ഉപയോഗിച്ച് എഴുതുന്ന ആദ്യത്തെ മെത്തേഡ്, അതിനെ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നു. ഇനി സെറ്റിനകത്തെ എലമെൻസുകളെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ക്യാരക്ടറൈസ് ചെയ്തിരുന്ന രണ്ടാമത്തെ മെത്തേഡ് സെറ്റ് ബിൽഡർ മെത്തേഡാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ പഠിച്ച എന്നൊക്കെ പറഞ്ഞില്ല, അതെല്ലാം എന്തായിരുന്നു? നമ്മൾ ആദ്യം ഇപ്പം പറഞ്ഞല്ല റോസ്റ്റർ മെത്തേഡായിരുന്നു. ഒരു എക്സാമ്പിൾ നോക്കിയോട്ടെ. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7 9. ഇത് എന്ത് മെത്തേഡാണ്? ബ്രേസസിനകത്ത് എലമെൻസുകളെ കോമ ഉപയോഗിച്ചിട്ട് എഴുതിയേക്കുവാണ്. ഈ മെത്തേഡ് റോസ്റ്റർ മെത്തേഡാണ് അല്ലേ? എലമെൻസുകളെ കോമ ഉപയോഗിച്ച് എഴുതിയേക്കുന്നത് ഇതെന്താണ്? റോസ്റ്റർ മെത്തേഡാണ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് നോക്കിയേ. ഇതെല്ലാം ഓഡ് ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഓഡ് നമ്പർ അല്ലേ? 1 3 5 7 9 ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. തുടങ്ങുന്നത് എവിടെയാണ്? 0യിൽ കൂടുതലാണ്, 10ൽ താഴെയാണ്. അപ്പോൾ 0യേക്കാൾ കൂടിയ ഓഡ് ഇൻറ്റിജേഴ്സ് ആകുമ്പോൾ പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്നത് ഈ രീതിയിലാണ്. ആദ്യത്തെ ഈ ഓപ്പൺ ബ്രേസ് എഴുതും, അതിനുശേഷം എക്സ് എന്ന് എഴുതും. എക്സ് എന്നാൽ ഈ എലമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്നവരാണ് എക്സ്. അതിനുശേഷം ഈ ഒരു വര കൊടുക്കുന്നു. ആ വരയെ നമ്മൾ വിളിക്കുന്നവർ സച്ച് ദാറ്റ് എന്ന് വിളിക്കുന്നു. ഈ വരയെ വിളിക്കുന്നവരാണ് സച്ച് ദാറ്റ്. അപ്പം എക്സ് സച്ച് ദാൻ എക്സ് ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ. എങ്ങനെയുള്ള പോസിറ്റീവിന്? ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. കോമ എക്സ് ലെസ് ദാൻ 10, എക്സിൻ്റെ വാല്യൂ 10ൽ താഴെയുമാണ്. അപ്പം ഈ എഴുതിയേക്കുന്നത് റോസ്റ്റർ ഫോമും ഇതെന്താണ്? ഇതതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പം നമുക്ക് ഒരു സെറ്റിനെ തന്നെ റോസ്റ്റർ ഫോമിലും എഴുതാൻ സാധിക്കും, സെറ്റ് ബിൽഡർ ഫോമിലും എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആ സെറ്റിനകത്ത് എലമെൻസുകളുടെ എണ്ണം ഒരുപാട് ഉണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് സെറ്റ് ബിൽഡർ ഫോമാണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ബി എഴുതിയേക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ്. അപ്പം ബിക്കകത്തുള്ള എലമെൻസുകളെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചത്. സച്ച് ദാൻ എക്സ് ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പം 0യിൽ കൂടുതലുള്ള ഈവൻ ഇൻറ്റിജർ എവിടെ വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു. അപ്പോൾ 10ൽ താഴെയുള്ള ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ 0യിൽ കൂടിയിട്ടുള്ള എല്ലാ ഈവൻ ഇൻറ്റിജേഴ്സും എഴുതണം. അപ്പം എന്തുവരും? 2 4 6 8 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പം ബി ഈ ഫോം എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോമും ഇത് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ്. ഇനി നോക്കിയേ, ഈ 2 4 6 8 എന്ന് പറഞ്ഞ കളക്ഷനകത്ത് 8 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്താൽ നമ്മൾ പറയും 8 ഈസ് ആൻ എലമെന്റ് ഓഫ് ബി വരും. അതേസമയം 3 എടുത്താലോ 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിയേ. ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ എക്സ് സ്ക്വയർഡ് മൈനസ് 3xa പ്ലസ് 2 ഈക്വൽ ടു 0. ഇ എന്ന് പറയുന്ന അതിൻ്റെ എന്താണ്? പ്രോപ്പർട്ടി സെറ്റ് ബിൽഡർ ഫോമാണ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് എലമെന്റ് ആണ്. ആ എലമെന്റിന്റെ ഫോം എന്താണ്? എക്സിനകത്ത് നമ്മളൊരു വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ മൈനസ്
3 into xa plus 2 equal to എത്ര കിട്ടണം? 0 കിട്ടണം. നമ്മളെങ്ങനെ ഇത് സെറ്റ് ബിൽഡർ ഫോം അല്ലേ? ഈ എക്സിനകത്തെ എലമെന്റ്സുകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷൻ ഏത് ഇക്വേഷനാ? എക്സ് സ്ക്വയർഡ് മൈനസ് 3xa പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന മെത്തേഡുകളുണ്ട്. ഞാൻ എളുപ്പമുള്ളൊരു മെത്തേഡ് പറയാം. ഇവിടെ ഇതാ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എക്സ് ഇല്ലാത്ത ടൈം 2 അല്ലേ? 2 പ്രോഡക്റ്റ് വരുന്ന രണ്ട് സംഖ്യകൾ നിങ്ങൾ മനസ്സിൽ കാണണം. ഓക്കെ, അതേപോലെ ഇതാ ഈ എക്സിൻ്റെ കൂടെ വരുന്ന കോയിഫിഷ്യൻ്റ് -3 അല്ലേ? അതേ സംഖ്യ കൊണ്ട് നിങ്ങൾ കൂട്ടുമ്പോൾ എന്തും കിട്ടണം? -3 ഇടണം. അപ്പോൾ 2 പ്രോഡക്റ്റ് വരുന്ന രണ്ട് സംഖ്യ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ 1ഉം 2 കൂടെ കൂട്ടിയാൽ -3 കിട്ടുമോ? ഇല്ല. പക്ഷേ -1ഉം -2 ആണെങ്കിൽ കൂട്ടിയാൽ എത്ര വരും? -3 കിട്ടും. അപ്പോൾ -1ഉം -2ഉം കൂട്ടിയാൽ -3 കിട്ടുന്നത് പോലെ തന്നെ -1ഉം -2ഉം ഗുണിച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സംഖ്യകൾ എത്ര കിട്ടി? -1ഉം -2ഉം കിട്ടില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ എഴുതിയ ഈ എക്സ് സ്ക്വയർഡ് മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് x-1 ഇൻറ്റു x-2 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിച്ചതാണ്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും ഈക്വൽ ടു 0 ആവും. അപ്പോൾ x-1 0 ആണെങ്കിൽ x ഈക്വൽ ടു 1 ആവും. x-2 0 ആണെങ്കിൽ x ഈക്വൽ ടു 2 വരും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വില ഏതൊക്കെ വന്നു? 1ഉം 2ഉം വന്നു. അപ്പം ഈ എക്സിൻ്റെ വില എന്തൊക്കെയാണ്? 1ഉം 2ഉം ആണ്. അപ്പം ഇത് സെറ്റ് ബിൽഡർ ഫോം. അതിൻ്റെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അതിൻ്റെ വാല്യൂസ് ആര് വരും? 1ഉം 2ഉം വരും. മനസ്സിലായോ? ഇനി ഇതിനെ നിങ്ങൾ ഇത് മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്താലും മതി. എന്താണ് ക്വാഡ്രാറ്റിക് മെത്തേഡ്? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് എ മൈനസ് 4ac/2a. അതായത് എക്സ് സ്ക്വയർഡിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എയുടെ വാല്യൂ 1, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ബിയുടെ വാല്യൂ -3, കോൺസ്റ്റൻ്റ് ആണ് സിയുടെ വാല്യൂ 2. അത് ഇതിനകത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴും നമുക്ക് എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ വരും? 1ഉം 2ഉം വരും. അതാണ് ഇതായി എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന ഒരു സെറ്റിനകത്തെ എലമെൻസിനെ അവിടെ എഴുതിയിട്ടുണ്ട്. 1, 2 എന്ന് എഴുതിയിട്ടുണ്ട്. ജി എന്ന് പറയുന്ന എലമെൻസിനകത്ത് നമ്മൾ 1ഉം 2ഉം 2ഉം 1ഉം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അപ്പം നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 2 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് 2ഉം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പം നോക്കിയേ, ഈ 3 സെറ്റ് ആദ്യം നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി. അതിനുശേഷം ഇതതിൻ്റെ റോസ്റ്റർ ഫോമാണ്. ഇത് റെപ്പിറ്റേഷൻ വരുന്ന എലമെൻറ്റ്സ് എഴുതി. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഈ 3 സെറ്റിലെയും എലമെൻറ്റ്സുകളുടെ എണ്ണം എന്താണ്? സെയിം ആണ്. എലമെൻറ്റ്സുകളും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇയും എഫും ജിയും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അവിടെയാണ് നമുക്ക് ഈക്വൽ സെറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഈക്വൽ സെറ്റ് ആണെങ്കിൽ എന്താണ്? ഈക്വൽ സെറ്റ് എന്നാണ് ഡെഫിനിഷൻ. ഞാൻ ഇനി പുറകാലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് ഞാനൊന്ന് പറയാം. നോക്കിയാട്ടെ, ഈക്വൽ സെറ്റ് രണ്ട് സെറ്റ് എടുക്കുന്നു. എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് സെറ്റ് എടുക്കാം. ഈ രണ്ട് സെറ്റും ഈക്വൽ ആകണമെങ്കിൽ ഈ രണ്ട് സെറ്റിനകത്തെ എലമെൻസുകളുടെ എണ്ണം സെയിം ആയിരിക്കണം അല്ലേ? എയും ബിയും രണ്ട് ഈക്വൽ സെറ്റ് ആണെങ്കിൽ ആ രണ്ട് സെറ്റിനകത്തെ എലമെൻസുകളുടെ എണ്ണം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സെയിം നമ്പർ ഓഫ് എലമെൻസും ആകണം. അതേപോലെ സെയിം എലമെൻസും ആകണം. ഓക്കെ, എയും ബിയും രണ്ട് സെറ്റ് എടുക്കുന്നു. ഈ രണ്ട് സെറ്റും ഈക്വൽ ആകണമെങ്കിൽ രണ്ട് സെറ്റിനകത്തും സെയിം നമ്പർ ഓഫ് എലമെൻസും വരണം. അതേപോലെ എന്ത് വരണം? സെയിം എലമെൻസ് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സെറ്റ് എന്താണെന്ന് പറയും? ഈക്വൽ ആണ് എന്ന് പറയും. ഈക്വൽ സെറ്റിന് എക്സാമ്പിൾ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എ സെറ്റ് റിമെയിൻസ് ദ സെയിം ഇഫ് ഇറ്റ് എലമെൻറ്റ്സ് ആർ റിപ്പീറ്റഡ് ഓർ റീഅറേഞ്ച്ഡ്. അതായത് ഇവിടെ പറഞ്ഞേ, ഇവിടെ ഈ ജി എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെൻറ്റ്സുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സുകൾ നമ്മൾ മാക്കിയാൽ 1ഉം 2ഉം ആയിരിക്കും. അപ്പം അത് ആർക്ക് സെയിം ആണ്? അത് എഫിന് സെയിം ആണ്. അതേപോലെ അത് ആർക്കും സെയിം ആണ്? ഇക്കും സെയിം ആണ്. ഇനി ടു ഡിസ്ക്രൈബ് എ സെറ്റ് ബൈ ലിസ്റ്റിംഗ് ഇറ്റ്സ് എലമെൻറ്റ്സ് ഓൺലി ഇഫ് ദ സെറ്റ് കണ്ടെയ്ൻസ് ഫ്യൂ എലമെൻറ്റ്സ്. അത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു. നമ്മൾ എലമെൻറ്റ്സുകളുടെ എണ്ണം കോമ ഉപയോഗിച്ച് എഴുതണമെങ്കിൽ ആ സെറ്റിനകത്ത് കുറച്ച് എലമെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോമ ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ ആ സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അതായത് സെറ്റ് ബിൽഡർ ഫോം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു സെറ്റ് ബിൽഡർ ഫോം പറയുക. പി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is an even integer such that x is an even positive integer x is an even positive integer even positive ഉണ്ട്. x is an even positive integer comma x less than 1000 എന്ന് പറയുന്നു. ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ? ഇതൊരു പ്രോപ്പർട്ടി. ഇതെന്താണ്? ഇത് സെറ്റ് ബിൽഡർ ഫോം അല്ലേ? അതേസമയം ഇതിനകത്തെ എലമെൻറ്റ്സിനെ നമ്മൾ കോമ ഉപയോഗിച്ചാൽ എന്ത് വരും? പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ? അപ്പോൾ എങ്ങനെ വരും?
2 4 6 8 കോമ ഉപയോഗിച്ച് എഴുതിയാൽ അങ്ങനെ എവിടം വരെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും? 1000 വരെ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ 1000 വരെ കോമ ഉപയോഗിച്ച് എഴുതുന്നത് എന്തല്ല, പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ഈ ഒരു ഫോമിൽ എഴുതിയാൽ മതി. അതാണ് പറയുന്നത്. ഓക്കെ, സബ്സെറ്റ് അവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത കൺസെപ്റ്റ് പറയാം. നമുക്ക് ഈക്വൽ സെറ്റിന് 1-2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് സബ്സെറ്റിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദീസ് സെറ്റ്സ് ആർ ഈക്വൽ? ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണ് ഈക്വൽ? ആദ്യത്തെ സെറ്റ് നോക്കി, ആദ്യത്തേതിനകത്ത് എക്സും വൈയും ഇസഡുമാണ്. എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സേ ഉള്ളൂ. രണ്ടാമത്തേത് നോക്കിയാൽ ഇസഡ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 1 പ്രാവശ്യം എഴുതിയാൽ മതി. വൈയും എക്സും ഓർഡർ മാറി എഴുതി എന്നേ ഉള്ളൂ. അതിനകത്തും എക്സും വൈയും ഇസഡ് തന്നെയാണുള്ളത്. 3 എലമെന്റ്സേ ഉള്ളൂ. ഇനി അടുത്ത സെറ്റ് നോക്കിയാൽ വൈ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്, അപ്പം വൈ 1 പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ എക്സും ഇസഡുമാണ്. അവിടെ ഓർഡർ മാറിയെന്നേ ഉള്ളൂ. സെയിം എലമെന്റ്സും സെയിം നമ്പർ ഓഫ് എലമെന്റ്സുമാണ്. എണ്ണം 3 ആണ്. ഇവിടെയും വൈ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, വൈ 1 പ്രാവശ്യമേ ഉള്ളൂ. പിന്നെ ഇസഡും എക്സുമാണ് വരുന്നത്. ഓർഡർ റിപ്പീറ്റ് ചെയ്തു, ഓർഡർ മാറി എന്ന്, ഓർഡർ എലമെന്റ്സിൻ്റെ എണ്ണം റിപ്പീറ്റ് ചെയ്തു, അതുപോലെ ഓർഡർ മാറി എന്നേ ഉള്ളൂ. സെയിം നമ്പർ ഓഫ് എലമെന്റ്സും സെയിം എലമെന്റ്സുമാണ്. അപ്പം ഈ തന്നിരിക്കുന്ന എല്ലാത്തിനകത്തും 3 എലമെന്റ്സുമാണുള്ളത്. ആ എലമെന്റ്സുകളെല്ലാം സെയിമുമാണ്. അപ്പം ഇത് 3 എന്താണ്? ഈക്വൽ ആണ്. ഓർഡർ റിപ്പീറ്റ് ചെയ്യുന്ന, റെപ്പറ്റീഷൻ വരുന്നു എന്നുള്ളത്, പക്ഷേ സെറ്റുകൾ എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. അടുത്തത് എയും ബിയും സിയും 3 സെറ്റ് തന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്തെ എലമെന്റ്സുകളെ എഴുതി ഈ എലമെന്റ്സുകളെ ലിസ്റ്റ് ചെയ്യണം. അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് ദ എലമെന്റ്സ് ഓഫ് ഈച്ച് ദ സെറ്റ്. n 1 2 3 എക്സെട്ര ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന സെറ്റിനകത്ത് എലമെന്റ്സുകളെ ലിസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നോക്കിയേ. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് n സച്ച് ദാൻ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9. 3ക്കും 9നും ഇടയിലുള്ള എലമെന്റ്സുകളെ എഴുതണം. ആ എലമെന്റ്സുകൾ എന്തായിരിക്കുകയും വേണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ 3 കഴിഞ്ഞാൽ വരുന്ന നാച്ചുറൽ നമ്പർ 4 ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാനേ ഉള്ളൂ. അപ്പോൾ 3 കഴിഞ്ഞാൽ വരുന്ന നാച്ചുറൽ നമ്പർ 4 5 6 7 8 വരെ എഴുതത്തുള്ളൂ. കാരണം ഇവിടെ ലെസ് ദാൻ സിമ്പിൾ ആയതുകൊണ്ട്. അപ്പോൾ എയ്ക്കകത്തെ എലമെന്റ്സുകൾ ആരൊക്കെ വരും? 4 5 6 7 8 വരും. എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എണ്ണം. ഇനി ബിയുടെ പ്രോപ്പർട്ടി നോക്കിയേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ എക്സ് എലമെന്റ് ഓഫ് എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സ് ഈസ് ഈവൻ. എക്സ് ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 11 ആയിരിക്കണം. 11ന് താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഫസ്റ്റ് ഈവൻ നാച്ചുറൽ നമ്പർ ആരാ? 2 ആണ്. അങ്ങനെ വരുമ്പോൾ 2 4 6 8 10 വരെ വരും അല്ലേ? ലെസ് ദാൻ 11 ആയതുകൊണ്ട്. ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ട്. ഇനി അടുത്ത നോക്കിയേ. അടുത്തത് സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. 4 + x ഈക്വൽ ടു 3. ആ നാച്ചുറൽ നമ്പറിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ എക്സിന്റെ വില കിട്ടണം. അപ്പോൾ അത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 4 + x ഈക്വൽ ടു 3 അല്ലേ? അതിൽ നിന്ന് എക്സ് കാണാൻ നമ്മൾ പഠിച്ചേക്കുന്ന മെത്തേഡ് എന്താണ്? എക്സ് ഈക്വൽ ടു 3 - 4 ആണ്. 3 - 4 എത്രയാണ്? -1 ആണ് വരുന്നത്. അപ്പം എക്സിന്റെ വില എത്രയാ വരുന്നത്? -1 ആണ് വരുന്നത് അല്ലേ? 4 + x ഈക്വൽ ടു 3യെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വില -1. പക്ഷെ അത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പം ഈ സെറ്റിനകത്ത് എലമെന്റ്സുകൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സെറ്റിനകത്ത് എലമെന്റ്സുകളില്ല. എലമെന്റ്സിന്റെ എണ്ണം 5 ആണ്. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിളിക്കുന്നവരെ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. എലമെന്റ്സുകൾ ഒന്നുമില്ല എങ്കിൽ, അതായത് ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, 0 എഴുതി വെട്ടും. അതിനെ നമ്മൾ വിളിക്കുന്നത് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്നാണ്. ഒരു എലമെന്റ് പോലും ഇല്ല എങ്കിൽ നമ്മൾ 0 എന്നല്ല റിസൾട്ട് എഴുതുന്നത്, 5 0 എഴുതി വെട്ടി 5 എന്നാണ് എഴുതുന്നത്. ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്നവരെ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സിനെ എഴുതുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ. ഇവിടെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരുന്നെങ്കിൽ എങ്ങനെ എഴുതിനെ? 3 മുതൽ തുടങ്ങി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട് 3 തുടങ്ങി 3 4 5 6 7 8 9 വരെ എഴുതിയാണ്. മനസ്സിലായോ? ഇനി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9 ഉള്ളായിരുന്നെങ്കിലോ ഈ 9 എഴുതത്തില്ല. മനസ്സിലായോ? രണ്ടിടത്തും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളുവെങ്കിൽ അങ്ങനെ എഴുതുള്ളൂ. ഇനി ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ആയിരുന്നുവെങ്കിലോ തുടങ്ങുന്ന ഈവൻ നാച്ചുറൽ നമ്പർ 2 ആണ്. 2 4 6 8 10. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും 10 വരെ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി സപ്പോസ് ഇവിടെ 4 + x ഈക്വൽ ടു 8 ആയിരുന്നുവെങ്കിലോ 4 + x ഈക്വൽ ടു 8 ആയിരുന്നുവെങ്കിൽ നമ്മൾ 4 + x ഈക്വൽ ടു 8 എഴുതുന്നു. അവിടുന്ന് എക്സിന്റെ വില സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 8a - 4 ഈക്വൽ ടു 4 വരുന്നു. ഓക്കെ, അപ്പം ഈ കളക്ഷനകത്തെ സെറ്റ് എത്ര വരും? 4 + x ഈക്വൽ ടു 8 ആണെങ്കിൽ ഈ സെറ്റിനകത്തെ എലമെന്റ്സിനാണ് 4 വന്നത്. മനസ്സിലായോ? അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആ സെറ്റിനെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം എലമെന്റ്സുകളെ ഈ രീതിയിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത എക്സാമ്പിൾ നോക്കിയട്ടെ. അടുത്ത എക്സാമ്പിളിന് മുമ്പായിട്ട്
സബ്സെറ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എവരി എലമെന്റ് ഇൻ എ സെറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് എ സെറ്റ് ബി. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും അത് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും ആണെങ്കിൽ നമ്മൾ എയെ വിളിക്കുന്ന പേരാണ് ബിയുടെ സബ്സെറ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു, ആ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഏതൊരു എലമെന്റ് എടുത്താലും, ഫോർ എക്സാമ്പിൾ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു എലമെന്റ് ആയിട്ട് എ എടുക്കുന്നു, ആ എ എന്ന് പറയുന്ന എലമെന്റ് എവിടെയും ഉണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റും ആണെങ്കിൽ നമ്മൾ എയെ വിളിക്കുന്ന പേര് തന്നെ എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റിനെ സബ്സെറ്റ് എന്ന് വിളിക്കുന്നു. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ? എ എന്ന് പറഞ്ഞ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതായത് എ എന്ന് പറയുന്ന സെറ്റിനകത്തെ ഏത് എലമെന്റ് എടുത്താലും അത് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകളുമാണെങ്കിൽ എയെ നമ്മൾ വിളിക്കുന്നവരാണ് സബ്സെറ്റ് ഓഫ് എ എന്ന് വിളിക്കുന്നു. സബ്സെറ്റ് ഓഫ് എ എന്നോ അല്ലെങ്കിൽ ദ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്നോ വിളിക്കുന്നു. ഒന്നുകിൽ നമുക്കതിനെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബി കണ്ടെയ്ൻ എ എന്ന് വിളിക്കാം. അതിനെ സിമ്പൽ അനുസരിച്ച് ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബി സൂപ്പർ സെറ്റ് ഓഫ് എ എന്നോ അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്നോ തന്നെയാണ്. അതായത് അവിടെ ബി എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും വലുത്, എ എന്ന് പറയുന്ന സെറ്റ് ചെറുതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എ ഇസ് ഈക്വൽ ടു 1 3 5 7 9 എടുത്തു. എ ഇസ് ഈക്വൽ ടു 1 3 5 7 9 എടുത്തു. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനാണ്. എൻ ഇസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര പോകുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലില്ലേ? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഏത് എലമെന്റ് എടുത്താലും അത് ബിയിലുള്ളത് കൊണ്ട് എ എന്ന് പറഞ്ഞ ആരുടെ സബ്സെറ്റ് ആണ്? എ എന്ന് പറഞ്ഞ എന്നിന്റെ സബ്സെറ്റ് ആയിരിക്കും. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ ആണ്. അതിനെ നമുക്ക് സിമ്പൽ അനുസരിച്ച് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് പറയാം, അല്ലെങ്കിൽ എ കണ്ടെയ്ൻ എൻ എന്ന് പറയാം. ഈ വാക്കുകളൊന്നും മറന്നുപോലെ കണ്ടെയ്ൻഡ് ഇൻ എന്നോ അല്ലെങ്കിൽ കണ്ടെയ്ൻ എന്നോ പറയുന്ന വാക്കുകൾ. ഓക്കെ, അതേസമയം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതുന്നു. ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. ബി ഇസ് ഈക്വൽ ടു സെറ്റ് -3 അല്ല -3 അല്ല -1 -1 1 2 3 4 എടുക്കുന്നു. ബി എന്ന് പറയുന്ന സെറ്റ് നോക്കേ. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എല്ലാ എലമെന്റ്സും എയിലുണ്ടോ? ഇല്ല. -1 എന്ന് പറയുന്ന എലമെന്റ് ബിയിലുണ്ട്, പക്ഷേ -1 എന്ന് പറയുന്ന എലമെന്റ് എന്നിലുണ്ടോ? ഇല്ല. -1 എന്നിനകത്തെ എലമെന്റ് അല്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്ന സെറ്റ് ആരുടെ സബ്സെറ്റ് അല്ല? എന്നിന്റെ സബ്സെറ്റ് അല്ല. സബ്സെറ്റ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ സബ്സെറ്റിന്റെ സിമ്പിൾ എഴുതിയിട്ട് ഒരു വെട്ട് വിട്ടു കൊടുക്കണം. അപ്പം സബ്സെറ്റ് അല്ല എന്ന് പറയും. സബ്സെറ്റ് ആകണമെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിനകത്തെ എല്ലാ എലമെന്റ്സുകളും എന്ത് ചെയ്യണം? എന്നിൽ ഉണ്ടായിരിക്കണം, എങ്കിലേ സബ്സെറ്റ് ആകത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഇല്ലാതെ വന്നാൽ സബ്സെറ്റ് ആകത്തില്ല. ഓക്കെ, സബ്സെറ്റിന്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ? അപ്പം രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടിനകത്തും സെയിം എലമെന്റ്സും ആയിരിക്കണം, സെയിം നമ്പർ ഓഫ് എലമെന്റ്സും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റതിനെ പൂർണ്ണമായിട്ടും കണ്ടെയ്ൻ ചെയ്യണം, എങ്കിലേ എന്താകത്തുള്ളൂ? ഈക്വൽ ആകത്തുള്ളൂ. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ബിയുടെ സബ്സെറ്റും ആകണം, തിരിച്ച് ബി എയുടെ സബ്സെറ്റും ആകണം. മനസ്സിലായോ? എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി നോട്ട് ചെയ്ത് പഠിച്ചണം. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബിയുമായിരിക്കും, തിരിച്ച് ബി സബ്സെറ്റ് ഓഫ് എയുമായിരിക്കും. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടായിരിക്കും, തിരിച്ച് ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? എ ഈക്വൽ ടു ബി ആണ്. ഒരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എ ഈസ് ഈക്വൽ ടു 1 3 5 7 9 എടുക്കുന്നു. ബി എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ എക്സ് ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ. സെറ്റ് ഓഫ് എക്സ് എക്സ് ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ലെസ് ദാൻ 10. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാൻ എക്സ് ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ ബിയിലെ എലമെന്റ്സുകൾ ആര് തന്നെ വരുന്നത് എന്ന് പറയുമ്പോൾ ബിയിലെ എലമെന്റ്സുകൾ 1 3 5 7 9 തന്നെയാണ്. നോക്കിയാട്ടെ, എയിലെ എലമെന്റ്സുകളുടെ എണ്ണവും ബിയിലെ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണ്. എയിലെ എല്ലാ എലമെന്റ്സും അവിടെ നമുക്ക് എ ഈക്വൽ ടു ബി അല്ലേ? എയിലെ ബിയിലെ എല്ലാ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണ്, എയിലെ ബിയിലെ എലമെന്റ്സുകളും സെയിം ആണ്. അപ്പൊ എ ഈക്വൽ ടു ബി ആണ്. ഇനി നോക്കിയേ, എയിലെ എല്ലാ എലമെന്റ്സും ബിയിലില്ലേ? എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. തിരിച്ചു നോക്കിയേ, ബിയിലെ എല്ലാ എലമെന്റ്സും എയിലില്ലേ? ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറയാം. എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഡബിൾ ഇൻക്ലൂഷൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആകുന്നതിനാണ് ഡബിൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്.
ഡബിൾ ഇൻക്ലൂഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഡബിൾ ഇൻക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എ ഈക്വൽ ടു ബി, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് പറയാം. ഓക്കെ, അതേസമയം നമ്മൾ എക്സ് ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റർ ലെസ് ദാൻ 12 എടുക്കുന്നു. എക്സ് ഈസ് ആൻ ഓഡ് പോസിറ്റീവിന് ലെസ് ദാൻ 12 എടുത്താൽ എന്ത് വരും, ഇവിടെ 9 കഴിഞ്ഞിട്ട് 11 കൂടെ വരും ഈ സെറ്റിനകത്ത്. ഓക്കെ, അപ്പൊ നോക്കിയേ, എ ബിയുടെ സബ്സെറ്റ് ആണോ? അതെ, എയിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്, ബിയിലുണ്ട്. അപ്പം എ എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റ് ആണ്, ബിയുടെ സബ്സെറ്റ് ആണ്. തിരിച്ച് ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ടോ? ഇല്ല. ബിയിലെ 11 എന്ന് പറയുന്ന എലമെന്റ്സ് ബിയിലുണ്ട്, പക്ഷേ 11 എവിടെയില്ല, 11 എയിലില്ല. അപ്പൊ നമുക്ക് ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ സാധിക്കുമോ? ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ബി എയുടെ സബ്സെറ്റ് അല്ല. എ എന്ന് പറയുന്നത് അവിടെ ബിയുടെ സബ്സെറ്റ് ആവും, തിരിച്ച് ബി എന്തല്ല, എയുടെ സബ്സെറ്റ് അല്ല. അതുകൊണ്ട് എയും ബിയും ഈക്വൽ ആണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെങ്കിൽ ഈക്വൽ ആകത്തുള്ളൂ. ഇവിടെ ബിയിലെ 11 എയിൽ ഇല്ലാത്തത് കൊണ്ട് ബി എയുടെ സബ്സെറ്റ് അല്ല. അപ്പൊ സബ്സെറ്റ് അല്ല എങ്കിൽ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ബിയിൽ ഇല്ലാതായാൽ സബ്സെറ്റ് ആകത്തില്ല. എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എ ബിയുടെ സബ്സെറ്റ് ആകത്തുള്ളൂ. തിരിച്ച് ബി എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ബിയിലെ എല്ലാ എലമെന്റ്സും എയിൽ ഉണ്ടാകുകയും വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, സബ്സെറ്റ് ആകത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിയട്ടെ. കൺസിഡർ ദ സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 3 4 7 8 9, ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 2 3 4 5, സി എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 and 3. നോക്കിയേ, എയ്ക്കകത്ത് എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ? ഇല്ല. എയ്ക്കകത്ത് ആരുണ്ട്? എയ്ക്കകത്ത് 4 ഉണ്ട്. അല്ല, എയ്ക്കകത്ത് 7 ഉണ്ട്. 7 ബിയിലുണ്ടോ? ഇല്ല. അപ്പം എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണോ? എ ബിയുടെ സബ്സെറ്റ് അല്ല. ഇനി എ സിയുടെ സബ്സെറ്റ് ആണോ? അല്ല. എയിലെ 4 7 8 9 ഒന്നും സിയിലില്ല. അപ്പൊ സി ആരുടെയും സബ്സെറ്റ് അല്ല. എ ആരുടെയും സബ്സെറ്റ് അല്ല, സിയുടെ സബ്സെറ്റ് അല്ല. ഇനിയും ബി നോക്കിയേ, ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ടോ? 1 2 3 4 5 ബിയിലുണ്ട്, പക്ഷെ 5 എവിടെ ഇല്ല, എയിലില്ല. അപ്പോൾ ബി ആരുടെ സബ്സെറ്റ് അല്ല, ബി എയുടെ സബ്സെറ്റ് അല്ല. ഇനി ബിയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ടോ? ഇല്ല. ബിയിലെ 2 4 5 ഒന്നും സിയിലില്ല. അപ്പൊ ബി ആരുടെയും സബ്സെറ്റ് അല്ല, ബി സിയുടെയും സബ്സെറ്റ് അല്ല. ഇനി സി നോക്കിയേ, സിയിലെ 1 ഉം 3 എവിടെയുണ്ട്, എയിലുണ്ട്. അപ്പൊ സി ആരുടെ സബ്സെറ്റ് ആണ്, സി എയുടെ സബ്സെറ്റ് ആണ്. അതേപോലെ സിയിലെ 1 ഉം 3 ബിയിലുമുണ്ട്. അപ്പൊ സി ആരുടെ സബ്സെറ്റ് കൂടാണ്, സി ബിയുടെ സബ്സെറ്റും കൂടാണ്. ഓക്കെ ആണല്ലോ? എല്ലാ എലമെന്റ്സും ഉണ്ടെങ്കിൽ സബ്സെറ്റ് ആണ്, ഇല്ലെങ്കിൽ സബ്സെറ്റ് അല്ല. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിയേ. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ മാത്തമാറ്റിക്സ് to put a vertical line or slash through a symbol to indicate the opposite or negation meaning of a symbol. നെഗേഷൻ മീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആണ് എന്തെന്ന്, സാഷ് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെട്ടുന്നത്. അതായത് ഉണ്ട് എന്ന് പറയാൻ ഇവിടെ നമ്മൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ദാ ഇങ്ങനെ എഴുതും. എ നോട്ട് എ സബ്സെറ്റ് ആണെങ്കിൽ ഈ സിമ്പിൾ എഴുതി വെട്ടും. അതാണ് നെഗേഷൻ, ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി. മനസ്സിലായോ? എന്താണ് 2 belongs to n ആണെന്ന് കാണിക്കാൻ ദാ എഴുതും. ഈ ബിലോങ്സ് ടു എന്നെ ഈ സ്ലാഷ് ഉപയോഗിച്ച് വെട്ടിയ നോട്ട് ആൻ എലമെന്റ് ഓഫ് എന്ന് ഇടും. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത്. നമ്മളിതാ ഈ ഒരു സിമ്പിൾ ഇങ്ങനെ ഒരു വര വരച്ച് വെട്ടിയാൽ ഒരു സിമ്പിളിന്റെ ഇടയ്ക്കൂടെ ഈ വര വരച്ച് വെട്ടിയാൽ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും. ഇങ്ങനെ എഴുതിയാൽ ഉണ്ടെന്ന് വായിക്കും, ഇങ്ങനെ വെട്ടിയാൽ ഇല്ല എന്ന് വായിക്കും. ഇങ്ങനെ വായിച്ചാൽ സബ്സെറ്റ് ആണെന്ന് വായിക്കും, ഇങ്ങനെ വായിച്ചാൽ നോട്ട് എ സബ്സെറ്റ് എന്ന് വായിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ദ സ്റ്റേറ്റ്മെന്റ് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ പോസിബിലിറ്റി ദ എ ഈസ് ഈക്വൽ ടു ബി. അതായത് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. എയിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടെന്നാണ്? ബിയിലുണ്ടെന്നാണ്. എന്ന് കരുതി എല്ലായ്പ്പോഴും എങ്ങനെ ആകണമെന്നില്ല? എ ഈക്വൽ ടു ബി ആകണമെന്നില്ല. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാലേ ഇതാ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നോക്കിയേ. സി എന്ന് പറയുന്ന സെറ്റ് അല്ലെ, സി ആരുടെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണ്. എന്ന് കരുതി സിയിലെ എല്ലാ എലമെന്റ്സും എ ഉണ്ട്, പക്ഷെ സിയും എയും ഈക്വൽ ആണോ? അല്ല. കാരണം സിയിലുള്ളതിനേക്കാൾ കൂടുതൽ എലമെന്റ്സ് എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പൊ സിയും എയും ഈക്വൽ ആണോ? അല്ല. സബ്സെറ്റ് ആണെന്ന് കരുതി എന്താകണമെന്നില്ല, എല്ലായ്പ്പോഴും ഈക്വൽ ആകണമെന്നില്ല. അതേപോലെ സിയും ബിയും നോക്കിയാൽ സിയിലെ എല്ലാ എലമെന്റ്സും ബിയിലുള്ളതുകൊണ്ട് സി സബ്സെറ്റ് ആണ്. പക്ഷെ എന്താണ്? ബിയിൽ സിയിലുള്ളതിനേക്കാൾ എലമെന്റ്സ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഈക്വൽ ആകണമെന്നില്ല എപ്പോഴും. മനസ്സിലായോ? എല്ലായ്പ്പോഴും ഈക്വൽ ആകണമെന്നില്ല. ഈക്വൽ ആകുന്ന സിറ്റുവേഷനും വരാം. ഓക്കെ, അതേസമയം എ എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റാ? ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. ഇവിടെ 2 ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് പഠിച്ചു വെച്ചോണേ. 2 ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ്. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് തന്നെയാണ്. എയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ടല്ലോ. അപ്പൊ എയും എയും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അപ്പോൾ അവിടെ പഠിക്കേണ്ട നോട്ട് ഇതാണ്, ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ നമ്മൾ മുമ്പ് ഒരു MD സെറ്റ് പഠിച്ചില്ലേ, ആ MD സെറ്റും ആരുടെ സബ്സെറ്റ് ആണ്? ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിട്ട് നമുക്ക് ആരെ എടുക്കാം? MD സെറ്റിനെ എടുക്കാം. ഇത് രണ്ടും പ്രോപ്പർട്ടി ആയിട്ട് നോട്ട് ചെയ്തോണേ. ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ MD സെറ്റും എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആയിരിക്കും. ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പോൾ എയുടെ തന്നെ സബ്സെറ്റ് ആകുമ്പോൾ നമുക്ക് A ഈക്വൽ ടു A ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അതായത് എയിലെ എല്ലാ എലമെന്റ്സും എയിൽ തന്നെ കാണും. ഇനി A Bയുടെ സബ്സെറ്റ് ആണ്, എയും ബിയും ഈക്വലും അല്ല എങ്കിൽ നമ്മൾ എയെ വിളിക്കുന്നവരാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിളിക്കുന്നു. അതിനെ നമുക്ക് ഇതാ ഇങ്ങനെയും സിംബോളിക്കലി എടുക്കാം. അതായത് A Bയുടെ സബ്സെറ്റ് ആണ് അല്ലേ. അപ്പോൾ A Bയുടെ സബ്സെറ്റ് ആണ്, പക്ഷേ എയും ബിയും എന്തല്ല? ഈക്വൽ അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ എവിടെ എലമെന്റ്സ് കാണും? ബിയിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എയെ നമ്മൾ വിളിക്കുന്നവരാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഇവിടെ പറഞ്ഞാൽ സി ആരുടെ സബ്സെറ്റ് ആണ്? സി എയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ സി എയുടെ എന്ത് സബ്സെറ്റ് ആണ്? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ ആണ്. അതേപോലെ സിയും ബിയും ഈക്വൽ അല്ല, സി അപ്പം ബിയുടെ എന്ത് സബ്സെറ്റ് ആണ്? പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഓക്കെ, അതേസമയം ഇവിടെ എയിലുള്ള അതേ എലമെന്റ്സ് എയിലുള്ളൂ. അപ്പൊ എയുടെ എന്ത് മാത്രമേ ആകത്തുള്ളൂ? സബ്സെറ്റേ ആകത്തുള്ളൂ. അതിനകത്ത് എലമെന്റ്സുകളുടെ എണ്ണം കൂടുതൽ വന്നാൽ പ്രോപ്പർ സബ്സെറ്റ് ആകത്തുള്ളൂ. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പം അതൊരു പ്രോപ്പർട്ടി. അതായത് എ സബ്സെറ്റ് ഓഫ് ബി, പക്ഷെ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ സബ്സെറ്റ് ആകുന്നതേ ഉള്ളൂ, ഈക്വൽ ആകുന്നില്ല എങ്കിൽ അത് എന്തേ ആകത്തുള്ളൂ? പ്രോപ്പർ സബ്സെറ്റേ ആകത്തുള്ളൂ. നോട്ട് ഈക്വൽ ടു പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത് സപ്പോസ് എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ബിലോങ്സ് ടു എ സെറ്റ് ബി, എവരി എലമെന്റ് ഓഫ് ബി ഓൾസോ ബിലോങ്സ് ടു എ സെറ്റ് സി, then every element of A also belongs to C. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സുകളും ബിയിലുണ്ടെങ്കിൽ നമ്മൾ എ ആരുടെ സബ്സെറ്റ് ആണെന്ന് പറയും? ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയും. ബിയിലുള്ള എല്ലാ എലമെന്റ്സുകളും സിയിലുണ്ടെങ്കിൽ നമ്മൾ ബി ആരുടെ സബ്സെറ്റ് ആണെന്ന് പറയും? സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയും. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി ആണെന്ന് പറയാൻ സാധിക്കും. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 2 4 എടുക്കുന്നു. ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എടുക്കുന്നു. ബി എന്ന് പറയുന്ന വേറൊരു സെറ്റിനകത്ത് 1 2 3 4 5 6 എടുക്കുന്നു. സി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എടുക്കുന്നു. സി എന്ന് പറയുന്ന വേറൊരു സെറ്റിനകത്ത് 1 2 3 4 6 8 എടുക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ടല്ലോ. അപ്പം എ ആരുടെ സബ്സെറ്റ് ആണ്? എ ബിയുടെ സബ്സെറ്റ് ആണ്. എയും ബിയും ഈക്വൽ അല്ലല്ലോ. എയും ബിയും ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതെന്ത് സബ്സെറ്റ് ആയിരിക്കും? പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇനി ബിയും സിയും നോക്കിയേ, ബിയിലുള്ള എല്ലാ എലമെന്റ്സ് എവിടെയുണ്ട്? സിയിലുണ്ട്. ഈക്വൽ അല്ലല്ലോ. അപ്പം ബി സിയുടെ എന്ത് സബ്സെറ്റ് ആണ്? പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇനി എയും സിയും കൂടെ നോക്കിയേ, എയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലും ഇല്ലേ? അപ്പം എ ആരുടെ സബ്സെറ്റ് കൂടാണ്? എ സിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പം ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ഈ റിസൾട്ട് പറയാം. എ ബിയുടെ സബ്സെറ്റും ബി സിയുടെ സബ്സെറ്റും ആണെങ്കിൽ എ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? സിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ടുള്ള ഒരു തിയറമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ തിയറത്തിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ, ബാക്കി ഇത്രയുമുണ്ട്. ഒരു ചെറിയ ഒരു ഡെഫിനേഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കിയിട്ട് പ്രോപ്പർ സബ്സെറ്റിന്റെ എക്സാമ്പിൾ ആണ്. എ ഇസ് ഈക്വൽ ടു 2 3 4 5. എ എന്ന് പറയുന്നത് 2 3 4 5 ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ല എന്ന് തെളിയിക്കണം. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എക്സ് ഈസ് ഈവൻ. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരൊക്കെ വരും? എക്സ് എലമെന്റ് ഓഫ് എൻ ആണ്. എക്സ് ഈവൻ ആയിരിക്കണം. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതേപോലെ എന്തായിരിക്കണം? ഈവനും ആയിരിക്കണം. അപ്പം ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഈവൻ നാച്ചുറൽ നമ്പർ ആണ് വരുന്നത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 4 6 8 10 എവിടെ വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ എക്സെട്ര വരും ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരൊക്കെയുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് തന്നേക്കുന്നത് 2 3 4 5 ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ? 3 എന്ന് പറയുന്ന എലമെന്റ്സ് എയിലുണ്ട്, പക്ഷെ 3 എവിടെ ഇല്ല? ബിയിലില്ല അല്ലെ. അപ്പൊ 3 എന്ന് പറയുന്ന എലമെന്റ്സ് എയിലുണ്ട്, 3 ബിയിൽ ഇല്ലാത്തതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റ് ആണോ? എ ബിയുടെ സബ്സെറ്റ് അല്ല. എ ബിയുടെ സബ്സെറ്റ് അല്ല എന്ന് കിട്ടി. ഇനി ബി എയുടെ സബ്സെറ്റ് ആണോ? ബിയിലുള്ള ഈ 2 4 ഉണ്ട്, 6 ഇപ്പൊ 6 എടുക്കുന്നു. 6 എന്ന് പറയുന്ന എലമെന്റ്സ് ബിയിലുണ്ടല്ലോ, പക്ഷെ 6 എയിലുണ്ടോ? 6 എയിലില്ല. അപ്പൊ ബി എയുടെ സബ്സെറ്റ് ആവോ? അതുമില്ല. ബി എയുടെയും സബ്സെറ്റ് അല്ല. അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഇല്ലാതെ വന്നാൽ സബ്സെറ്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത ബി എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കിയേ. എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി എന്ന് തെളിയിക്കണം. എ സിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ് തെളിയിക്കണം. സിയിലെ എലമെന്റ്സ് നോക്കിയേ, 1 2 3 8 9 ആണ്. എ എന്ന് പറയുന്ന സെറ്റിലോ 2 3 4 5 ആണ്.
എയിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? സിയിലുണ്ടല്ലോ. ഇനി എയും സിയും ഈക്വൽ ആണോ? അല്ല. അപ്പം എ എന്ന് പറയുന്നത് സിയുടെ എന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ്. നിങ്ങൾ വേഡിങ്ങിലായിട്ട് എഴുതിക്കോണേ. ഓൾ എലമെന്റ്സ് ഓഫ് എ ബിലോങ്സ് ടു സി. all elements of A belongs to C. എയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. ബട്ട് എ നോട്ട് ഈക്വൽ ടു സി. മനസ്സിലായോ? ഇങ്ങനെ എഴുതിയാലും മതി. സെന്റൻസ് ആയിട്ട് എഴുതിക്കോണേ. എവരി എലമെന്റ് ഓഫ് എ. കൺസെപ്റ്റ് മനസ്സിലാക്കി സ്വന്തം ആശയത്തെ എഴുതിയാൽ മതി. എവരി എലമെന്റ് ഓഫ് എ ബിലോങ്സ് ടു സി. സിയിലെ ഏത് എലമെന്റ് എടുത്താലും അത് എവിടെയുണ്ട്? സിയിലുണ്ട്. ഓക്കെ. ബട്ട് എ നോട്ട് ഈക്വൽ ടു സി. പക്ഷെ എയും സിയും ഈക്വൽ ആണോ? എയും സിയും ഈക്വൽ അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? therefore എന്താണ്? എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി. അതുകൊണ്ട് എ ആരുടെ പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും? സിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടു ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഓഫ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ബിയിൽ ഇല്ല എങ്കിൽ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ എഴുതി, ബി എഴുതി, 3 എയിലുണ്ട്, 3 എയിലില്ല. അതുകൊണ്ട് എന്തല്ല? എ ഈസ് നോട്ട് എ പ്രോപ്പർ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഈച്ച് എലമെന്റ് ഓഫ് എ ബിലോങ്സ് ടു സി ആണ്. അപ്പൊ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സി. അപ്പൊ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി. വേറെ രീതിയിൽ പറഞ്ഞാൽ 1 സിയിലുണ്ട്, പക്ഷെ 1 എവിടെ ഇല്ല? എയിലില്ല. അപ്പൊ സിയിലെ എലമെന്റ്സുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രോപ്പർ സബ്സെറ്റ് ആകുന്നത്. ഓക്കെ. ഇനി 2-3 സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനെ ഡിനോട്ട് ചെയ്യാൻ n എന്ന് പറഞ്ഞ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ 1, 2, 3 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. ഇന്റിജേഴ്സിന്റെ കളക്ഷനെ ഡിനോട്ട് ചെയ്യാൻ z ആണ് ഉപയോഗിക്കുന്നത്. 0, -2 എക്സെട്ര, -2, -1, 0, 1, 2 എക്സെട്ര ആയിരിക്കും. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി q ഉപയോഗിക്കുന്നു. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി r ആണ് ഉപയോഗിക്കുന്നത്. സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി c ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സെറ്റിന്റെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ഇതിൽ ഏറ്റവും വലുത് ആരാണ്? c ആണ്. അതിൽ ചെറുതാണ് r, അതിൽ ചെറുതാണ് q, അതിൽ ചെറുതാണ് z, അപ്പം n എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം സബ്സെറ്റ് ആണ്. അപ്പോൾ n സബ്സെറ്റ് ഓർ ഈക്വൽ ടു z ആണ്. z സബ്സെറ്റ് ഓർ ഈക്വൽ ടു q ആണ്. q സബ്സെറ്റ് ഓർ ഈക്വൽ ടു r ആണ്. r സബ്സെറ്റ് ഓർ ഈക്വൽ ടു c ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എവിടെ ഉണ്ടായിരിക്കും? കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് വരും. എല്ലാ ഇൻറ്റിജേഴ്സും എവിടെ വരും? റാഷണൽ ആകാം, പിന്നെ റിയൽ നമ്പർ ആകാം, കോംപ്ലക്സ് നമ്പർ ആകാം. അപ്പം ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൂടെ നോട്ട് ചെയ്തോണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.